മണ്ഡല പുനർനിർണയം ഭരണഘടനാ ഭേദഗതി ബിൽ വീണ്ടും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു. പ്രതിപക്ഷ പാർട്ടികളെ ഒപ്പം നിർത്തിയും ഭിന്നത അവസരമാക്കിയുമാണ് ഈ നീക്കം. 50% സീറ്റുകൾ വർദ്ധിപ്പിക്കാമെന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലെയും നിലവിലെ സീറ്റുകൾ 50% വർദ്ധിപ്പിച്ചാൽ പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന നിലപാടിലാണ് NCP ശരത് പവാർ വിഭാഗം. DMKയുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ചർച്ചകളും തുടരുകയാണ്. ER രാഗേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നുണ്ട്. ER രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ തവണ ഈ ബില്ല് അവതരിപ്പിക്കാൻ നീക്കം നടത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു പ്രതിപക്ഷ ഐക്യമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇത്തവണ വീണ്ടും ഒരു സെഷൻ തുടങ്ങാൻ പോകുന്നു. കേന്ദ്രം ഈ ബില്ലുകൾ വീണ്ടും കൊണ്ടുവരുമ്പം പ്രതിപക്ഷ നിരയിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു ഐക്യമില്ല. ഇപ്പം DMKയുടെ ഭാഗത്ത്, JMMന്റെ ഭാഗത്ത്, NCP ശരത് പവാർ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരു പിന്തുണയില്ല. ഇവരെല്ലാം മാറി നിൽക്കണം. ഒരുപക്ഷെ ഇവരൊക്കെ BJP പിന്തുണച്ചേക്കാം എന്നുള്ള വിലയിരുത്തൽ പോലും നിൽക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷ അനൈക്യത്തെ BJPക്ക് മുതലെടുക്കാൻ കഴിയുമോ? അതോ ഭിന്നതകളൊക്കെ മറന്ന് ഈ പ്രതിപക്ഷ ഐക്യം വീണ്ടും ഊട്ടി ഉറപ്പിക്കപ്പെടുമോ? നിലവിലൊരു സാഹചര്യത്തെ എങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാം? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കാരണം ഒരു നമ്പർ ഗെയിമാണ് നടക്കാൻ പോകുന്നതെന്ന് തന്നെ പറയാം. കാരണം ബജറ്റ് സമ്മേളനത്തിൽ ഈ ബില്ല് കൊണ്ടുവന്നതാണ്, 131 ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവന്നതാണ്. അന്ന് 850 സീറ്റുകളായി ഉയർത്തി വനിതാ സംവരണം നടപ്പാക്കുക, അതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. എന്നാൽ വനിതാ സംവരണത്തോട് എതിർപ്പ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതേ രീതിയിൽ മണ്ഡല പുനർനിർണയം നടത്തുന്നതിൽ വലിയ വിയോജിപ്പുണ്ടായിരുന്നു. അന്ന് ഒറ്റക്കെട്ടായി പ്രതിപക്ഷത്തിന് 3-2 ഭൂരിപക്ഷം എന്ന സർക്കാരിന് ആ കടമ്പ കടക്കാൻ പ്രതിപക്ഷം ഒന്നിച്ചതോടെ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റമുണ്ട്. തെരഞ്ഞെടുപ്പ് ഒന്നും തന്നെ നടന്നിട്ടില്ലെങ്കിൽ പോലും പല കക്ഷികളും അല്ലെങ്കിൽ കക്ഷികളുടെ അംഗങ്ങളൊക്കെ തന്നെ ഭരണപക്ഷത്തേക്ക് മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ 293 ആയിരുന്നു കഴിഞ്ഞ ബജറ്റ് സമ്മേളന കാലത്ത് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന MP-മാരുടെ എണ്ണമെങ്കിൽ ഇപ്പോൾ അതല്ല സാഹചര്യം. 20 തൃണമൂൽ കോൺഗ്രസ് MP-മാർ പാർട്ടി വിടുകയും അവർ NDA പിന്തുണയ്ക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. സ്പീക്കറുടെ അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഒപ്പം തന്നെ ശിവസേനയിലെ 6 പേർ ഉദ്ധവ് വിഭാഗത്തെ വിട്ട് ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ ലയിച്ചു. അപ്പോൾ ഈ 2 കക്ഷികൾ വരുമ്പോൾ തന്നെ വലിയ മാറ്റം അവിടെ വന്നു കഴിഞ്ഞു. 319 എന്ന നിലയിലേക്ക് ആ നമ്പർ എത്തിക്കഴിഞ്ഞു. ശരത് പവാർ വിഭാഗത്തിന് 8 MP-മാരുടെ പിന്തുണയുണ്ട്. ഇതിനോടകം തന്നെ ദേവേന്ദ്ര ഫഡ്നവിസ് ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ചർച്ച തീർച്ചയായും പാർലമെന്റ് സമ്മേളനം ലക്ഷ്യമിട്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പല പാർട്ടികളെയും ഒപ്പം നിർത്തി ബില്ലുകൾ പാസ്സാക്കിയെടുക്കുക, അത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. പവാർ വിഭാഗത്തിന്റെ പ്രതികരണം, പ്രത്യേകിച്ച് സുപ്രിയ സുലെ ഇത്തരത്തിൽ NDAയിലേക്ക് പോകുന്നില്ല എന്ന പ്രഖ്യാപനമൊക്കെ തന്നെ, ആ വാർത്തകളൊക്കെ തന്നെ നിഷേധിച്ചു എങ്കിൽ പോലും എല്ലാ സംസ്ഥാനങ്ങളിലും 50% സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഒരുപോലെ വർധനവ് കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കാം എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നപ്പോൾ NCPയും ഏതാണ്ട് ആ നിലപാടിനോട് അടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അത് 327 എന്ന കണക്കിലേക്ക് എത്തും. കൂടാതെ JMM അടക്കമുള്ള പാർട്ടികൾ, YSR കോൺഗ്രസിന്റെ അംഗങ്ങൾ ഇവരൊക്കെ തന്നെ പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായും 330 എന്ന നമ്പറിനോട് അടുത്തെത്തുകയാണ് സർക്കാർ. 360 3-2 ഭൂരിപക്ഷം എന്ന നമ്പറിന് വേണ്ടത്. അതിൽ തന്നെ ചില പാർട്ടികൾ വിട്ടുവെക്കുകയാണെങ്കിൽ ആ നമ്പറിലേക്ക് എത്താൻ കഴിയും. അതാണ് നമ്പർ ഗെയിമിലേക്കാണ് സർക്കാർ പോകുന്നതെന്ന് തന്നെ വിശേഷിപ്പിച്ചത്. DMK ആണ് ഒരു പ്രധാനപ്പെട്ട കക്ഷി. അവർക്ക് ഏതാണ്ട് 22 അംഗങ്ങളുണ്ട്. തീർച്ചയായും DMKയുടെ പിന്തുണ കൂടി ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ ഈ ബില്ല് പാസ്സാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് സർക്കാർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ നിലവിലെ രീതിയിലുള്ള ബില്ലിനോട് വലിയ എതിർപ്പ് DMKയ്ക്ക് ഉണ്ട്. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ പ്രതിഷേധത്തിന് മുൻപിൽ ഉണ്ടായിരുന്ന DMK ആണ്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം മാറി ഇന്ത്യ സഖ്യം വിട്ട് കോൺഗ്രസിനോട് കടുത്ത എതിർപ്പ് ഇപ്പോൾ DMK പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 50% സീറ്റുകൾ വർദ്ധിപ്പിക്കാമെന്ന വ്യവസ്ഥയോട് DMK എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം നിർണായകമാണ്. ഏതായാലും DMKയുമായുള്ള ചർച്ചകൾ തുടരുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി. ഇപ്പോൾ ബില്ലുകളൊക്കെ വീണ്ടും സഭയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത്, കാരണം ഇപ്പോൾ BJPക്ക് പലയിടത്തു നിന്നും പിന്തുണയൊക്കെ ഉറപ്പാക്കാൻ പറ്റുന്നുണ്ട്. കൂടുതൽ പേർ NDA സഖ്യത്തിലേക്ക് ചേരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനൊപ്പമാണ് പ്രതിപക്ഷ അനൈക്യം, ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിൽക്കുന്ന പ്രതിപക്ഷ അനൈക്യം. അതിനെ BJP എങ്ങനെ അതിനെ യൂസ് ചെയ്യും എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ നിരവധി വിഷയങ്ങളുണ്ടല്ലോ. എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ഇപ്പോൾ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങി അയോധ്യ വിഷയം വരെ എത്തി നിൽക്കുമ്പോൾ അതിനോടൊക്കെ ഇന്ത്യ മുന്നണി സ്വീകരിച്ച നിലപാട് എന്താണ്? രാഹുൽ ഗാന്ധി തുടരുന്ന മൗനം, എവിടെ രാഹുൽ ഗാന്ധി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നത് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. അതുമാത്രമല്ലാതെ പലയിടത്ത് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒക്കെയും ഉണ്ട്, അതൃപ്തിയുണ്ട്, അസ്വാരസ്യങ്ങളുണ്ട്. ഇതൊക്കെ
ഇപ്പോൾ ഒരു പുതിയ സെഷൻ സഭയുടെ പുതിയൊരു പാർലമെന്റ് സെഷൻ തുടങ്ങുകയും ഈ നിർണായകമായ ബില്ലുകൾ വരികയും ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാകും ഇവരൊക്കെ ഇതിലെടുക്കുന്ന സ്റ്റാൻഡ് എന്നുള്ളത് വളരെ നിർണായകമാണ്. അത് നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന് തന്നെ അറിയേണ്ടതുമാണ്.